പൗരത്വ ഭേദഗതി നിയമത്തിന്റെ പേരിൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ജനവിഭാഗങ്ങളെ പേടിപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ശ്രമിക്കുകയാണെന്ന വ്യത്യസ്ത വാദവുമായി ബി.ജെ.പി. ദേശീയ ഉപാധ്യക്ഷൻ എ.പി. അബ്ദുള്ളക്കുട്ടി എത്തിയിരിക്കുകയാണ്. ഇത്തരം വ്യാജ പ്രചരണങ്ങളിൽ നിന്നും കോൺഗ്രസും കമ്മ്യൂണിസ്റ്റുകാരും പിന്മാറണമെന്നാണ് നേതാവിന്റെ ആവശ്യം. 2019 ഈ ബില്ല് പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോൾ പ്രതിപക്ഷവും ഇടതുപക്ഷവും പറഞ്ഞത് മുസ്ലിം ജനവിഭാഗത്തെ പാകിസ്ഥാനിലേക്ക് അയക്കാൻ പോവുകയാണെന്നായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ അത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടോ എന്നും ആരുടെയെങ്കിലും പൗരത്വം നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നും കൂടി ഇത്തരക്കാർ ചിന്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നിയമം യാഥാർത്ഥ്യമായതോടെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും മുസ്ലിം ജനവിഭാഗങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന വാദം വീണ്ടും അബ്ദുള്ളക്കുട്ടി ഉന്നയിച്ചു. തീർന്നില്ല. വലിയൊരു ജനവിഭാഗത്തിൽ പേടി സ്വപ്നങ്ങൾ ഉണ്ടാക്കി അവരിൽ അസ്വസ്ഥതയുണ്ടാക്കുകയാണ് ഇവരെന്നും കുറെ ഹതഭാഗ്യരായ ജനവിഭാഗങ്ങൾക്ക് പൗരത്വം നൽകുന്നതാണ് നിയമമെന്നും അബ്ദുള്ളക്കുട്ടി വിശദീകരിച്ചു. ഇന്ത്യയിലെ ഒരാൾക്കും പൗരത്വം നഷ്ടപ്പെടുന്നതല്ല. ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും തുരത്തി ഓടിക്കപ്പെടുന്ന പാവങ്ങൾക്ക് പൗരത്വം നൽകണമെന്ന വിഷയം പാർലമെന്റിൽ ആദ്യം അവതരിപ്പിച്ചത് 2003 ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു എന്ന വിവരം കോൺഗ്രസുകാർക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും അറിയാമോ എന്നും അബ്ദുള്ളക്കുട്ടി ചോദിച്ചു. അന്ന് പാർലമെന്റിൽ നിന്നും ഇക്കാര്യം കേട്ട അന്നത്തെ ഉപപ്രധാനമന്ത്രി LK അദ്വാനിയുടെ കണ്ണു നിറഞ്ഞുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇത്തരം കള്ളപ്രചരണങ്ങളിൽ നിന്നും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പിന്മാറണമെന്നും അബ്ദുള്ളക്കുട്ടി ആവശ്യപ്പെടുകയുണ്ടായി. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്നുകൊണ്ടിരിക്കെ CPM-ഉം കോൺഗ്രസും പൗരത്വ ഭേദഗതി വിഷയം ഉപയോഗിച്ച് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുമെന്ന ആശങ്കയിലാണ് ബി.ജെ.പി. നേതാവായ എ.പി. അബ്ദുള്ളക്കുട്ടി പ്രതികരണവുമായി രംഗത്തു വന്നത്. എന്നാൽ ഇങ്ങനെയൊക്കെ ബി.ജെ.പി. പൗരത്വ നിയമത്തെ പുകഴ്ത്തുമ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ ഇതൊന്നും ചെവികൊള്ളുന്നില്ല. അവർ പ്രതിഷേധവുമായി മുന്നോട്ടു പോവുകയാണ്. പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കരുതെന്ന് ആവശ്യപ്പെട്ട് കണ്ണൂരിൽ വ്യാപകമായ പ്രതിഷേധ പ്രകടനവും പൊതുയോഗങ്ങളും ഇടത് യുവജന സംഘടനയായ DYFI-യും യൂത്ത് കോൺഗ്രസും നടത്തിയിരുന്നു. പൗരത്വ ഭേദഗതി നിയമം അറബിക്കടലിൽ എന്ന മുദ്രാവാക്യവുമായി കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മുതൽ 2 വരെ KPCC-യുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് നേതാക്കൾ രാജ്ഭവന് മുന്നിൽ ധർണ നടത്തി. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാനാണ് ബി.ജെ.പി. ശ്രമമെന്ന് കോൺഗ്രസ് നേതാവ് MM ഹസൻ തുറന്നടിച്ചിരുന്നു. ഇത്തരത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനുള്ള ശ്രമത്തെ UDF-ഉം കോൺഗ്രസും പല്ലും നഖവും ഉപയോഗിച്ച് എതിർത്ത് തോൽപ്പിക്കും. മുഖ്യമന്ത്രിക്ക് ആത്മാർത്ഥതയുണ്ടെങ്കിൽ പൗരത്വ ബില്ലിനെതിരായി കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്ക് എതിരെ പോലീസ് ഗുരുതര വകുപ്പുകൾ ചുമത്തിയ കേസുകൾ പിൻവലിക്കുകയാണ് വേണ്ടതെന്ന് ഹസൻ പറഞ്ഞു. ഏതായാലും കേരളത്തിൽ ഒരു പൗരത്വ നിയമവും നടപ്പിലാക്കില്ലെന്നാണ് ഇവിടുത്തെ ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ ഉറച്ച തീരുമാനം.